ദേ ഈ കോട്ട് നനഞ്ഞിടി. നീ ഇത് കൊണ്ടുപോയി അടുപ്പിന്റെ മുകളിലോട്ടൊന്ന് തൂക്കിയിട്. അടുപ്പിലോട്ട് തന്നെ ഇട്ടേക്കാം. ഒരു ഉപയോഗവും ഇല്ലാണ്ട്. നിങ്ങക്ക് ഈ വക്കീല് പണി നിർത്തിയച്ച് വരുമാനമുള്ള പണി വലുത് നോക്കിക്കൂടെ? കോട്ട് നനയാൻ മഴയില്ല എന്നല്ലോ. വല്ല കക്ഷിയുടെയും കണ്ണുനീരായിരിക്കും. ഞാനൊരു പുതിയ പദ്ധതി തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കോൺട്രാക്ട് വർക്ക്. നല്ല പരിപാടിയാണ്. ഒരു വീടിന്റെ പണി കിട്ടിയാൽ തന്നെ എത്ര രൂപയാ തടയുന്നതെന്ന് അറിയാവോ? പോരാത്തേന് സിമന്റും മറ്റും വെട്ടിക്കുകയും ചെയ്യാം. നമുക്ക് 2 പേർക്കും കൂടി പങ്കു ചേർന്ന് അങ്ങ് നടത്താം. കോൺട്രാക്ട് പണി കൊള്ളാം, നല്ല ലാഭമാ. നാട്ടുകാർക്കിടയിലും ഒരു വെയിറ്റാ. ഉടനെ വർക്ക് തുടങ്ങുന്ന പ്രോജക്ട് ഏതുണ്ടെന്നൊന്ന് അന്വേഷിക്കണം. സൂയസ് കനാല് വീതി കൂട്ടാൻ പോകുന്നെന്ന് കേട്ടു. അതൊന്ന് നോക്കിയാലോ? സൂയിസ് കനാൽ എന്ന് വെച്ചാ ടൗണിലെ ഏതോ ഓടെയാന്നാ അവിടെ ധാരണ. കഷ്ടം. പപ്പ ഇപ്പൊ കോൺട്രാക്ടറാ. ഏതു തരം പണിയും ഏറ്റെടുക്കും. എന്നാ എന്റെ പെൻസിൽ ഇട്ട് തരുമോ? അതിലൊക്കെ എന്നതാടാ വെട്ടാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ ദുബായിലായിരുന്നു. അവധിക്ക് വന്നതാ. 2 മാസത്തെ അവധിയേ ഉള്ളൂ. 1 മാസത്തിനുള്ളിൽ എനിക്ക് വീട് വെച്ച് കിട്ടണം. അത് പറ്റുമോന്നറിയാൻ വന്നതാ. പറ്റുമോന്നോ? അതെന്തൊരു ചോദ്യമാ. 20 ദിവസം കൊണ്ട് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നാണോ? എന്നാ നാളെ തന്നെ പണി തുടങ്ങിക്കോളൂ. എന്നാത്തിനാടാ ഇതൊക്കെ മേടിച്ചത്? തലച്ചൊമടാ ലാഭം. ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുകയല്ല. ഏതായാലും ഇരിക്കട്ടെ, ചിലപ്പോ പ്രയോജനപ്പെടും. കെട്ടിടം പണി തീർന്നു. ഇനി വയറിങ് നടത്തണം. അതിനായി ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കണമല്ലോ. വയറിങ്ങിന്റെ കാര്യമൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഇലക്ട്രിക്കൽ പണിയൊക്കെ എനിക്കറിയാം. ഞാനത് കുറെ ചെയ്തിട്ടുള്ളതാ. പട്ടാളത്തിലായിരുന്നപ്പം ഞാൻ വയർമാനായിരുന്നു. തീറ്റയുടെ കാര്യത്തിലായിരിക്കും. വീടുപണിയൊക്കെ കഴിഞ്ഞു. സാറ് വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് കേറിയാട്ടെ. ഈ മുറിയിലെ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇവിടുത്തെ സ്വിച്ച് ഇട്ടപ്പോ വർക്ക് ഏരിയയിലെ ലൈറ്റ് ആണല്ലോ കത്തിയത്. വർക്ക് ഏരിയയിലെ സ്വിച്ച് ഇടുമ്പോ ബാത്റൂമിലേത് കത്തുന്നു. ബാത്റൂമിലെ സ്വിച്ച് ഇടുമ്പോ അടുക്കളയിലെ ലൈറ്റ് കത്തുന്നു. എന്താണോ ഇത്? അതൊരു മോഡേൺ ടെക്നോളജിയാ സാറേ. ടെലി പ്രിന്റർ അറിയാൻ മേലേ? കോട്ടയത്തിരുന്ന് ടൈപ്പ് ചെയ്താ അച്ച് വീഴുന്നത് എറണാകുളത്തല്ലയോ? തന്റെ കർണക്കുറ്റിക്കൊരു അടി തന്നാൽ പല്ല് വീഴുന്നത് താഴെയായിരിക്കും. എന്ത് പണിയാണോ കാണിച്ചു വെച്ചിരിക്കുന്നത്? അകത്തെ കതകിന്റെ പാളി താഴെ വീണു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാറത് അടയ്ക്കുവോ തുറക്കുകയോ ചെയ്തു കാണും. എന്റെ അളിയന്മാരെത്തിയിട്ടുള്ളൂ. തന്റെ ഒരു കോൺട്രാക്ട് വിടുകയില്ല ഞാൻ. എടാ എല്ലാരും ഇറങ്ങി വരുന്നടാ. പണിക്കാരെല്ലാം ഓടി വരണടാ. ദേ ഇവിടെ തല്ലാൻ പോകുന്നു. ഈ മരക്കട്ട കൊണ്ട് അവന്റെ തലക്കെട്ട് കൊടുക്കും. വണ്ടി മേടിച്ചോണ്ട് ഇപ്പൊ ഉപയോഗം ഉണ്ടായില്ലേ?